ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. സുബഹി നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതൊരു 5:35 ഒക്കെ ആയപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം എനർജറ്റിക് ആയിട്ട് വെക്കുന്നത്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, രാവിലത്തെ നടത്തം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇന്നത്തെ ദിവസം സക്സസ് ആണ് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. എത്ര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നല്ല എനർജിയോട് കൂടി അന്നത്തെ ദിവസം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് തിരിച്ച് വരുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നബിദിന പരിപാടിയൊക്കെ അന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ വാസുവേട്ടനും നിങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കുറേ റഫീഖാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. വാസുവേട്ടനും ഇവരൊക്കെ കൂടിയിട്ട് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. വെറും പായസമല്ല, അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പായസം ഞങ്ങൾ പോകുമ്പോൾ ഇവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചെത്തുമ്പോൾ പായസം കുടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആയിട്ടില്ല കേട്ടോ, ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി പായസം ഇവിടെ സെറ്റാകുന്നുണ്ട് കേട്ടോ. നമുക്ക് പായസം വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കാം, ആ ഒരു വാക്ക് അവർ പാലിക്കുമോ എന്ന് നമുക്ക് നോക്കി നോക്കാമല്ലേ. അങ്ങനെ നടന്നതാ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഞാൻ വേഗം അകത്തേക്ക് കയറിയിട്ടില്ല, ഷൂ പോലും മാറിയിട്ടില്ല. അതിന് മുമ്പ് മുറ്റവും കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ടാട്ടോ അകത്തേക്ക് കയറുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ഭാഗമാണ്. കാര്യം നമുക്ക് മടിച്ചിരിക്കാനുള്ള ടൈമില്ല. കാര്യം എണീക്കണം, പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഫ്രഷായി പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കാനൊക്കെ പോയി തിരിച്ച് വന്ന് പിന്നെ നമുക്ക് ടൈമില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് ഡിലേ ആക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്കില്ല. അത് മടി വരാതിരിക്കാനുള്ള ഒരു കാരണം അതാണ് കേട്ടോ. നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നു. ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നടക്കാൻ പോയിട്ട് 5:30 പോയിട്ട് തിരിച്ചെത്തുന്നത് 6:30 തിരിച്ചെത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നടക്കാൻ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ 7 മണിയാവും കേട്ടോ. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ റഫീഖ മുറ്റമൊക്കെ അടിച്ചു വാരിയത് കൊണ്ട് വേഗം വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എന്താ പറയുക, ഇലയും കാര്യങ്ങളൊക്കെ അടിച്ചാൽ കിട്ടൂല കേട്ടോ. പിന്നീട് വണ്ടി കഴുകിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒക്കെ നനഞ്ഞിട്ട്, അപ്പോൾ വേഗം വണ്ടി ഇറക്കിയിട്ട് നല്ല കഴുകൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പത്തിരിക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറീൻ്റെ കാര്യങ്ങളും ഞാനവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ നടക്കാൻ പോയിട്ട് തിരിച്ചെത്താൻ വൈകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ട് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ജിമ്മ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്കങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്തു വന്നു. ഭയങ്കര എനർജിയാണ് കേട്ടോ. നമ്മൾ വെറുതെ നടക്കുന്ന പോലെയല്ല, ഒന്നുകൂടെ നമുക്ക് എനർജി കയറി രാവിലെ നല്ല ഉഷാറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ് എന്തായാലും. അപ്പോൾ നമ്മുടെ പത്തിരിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കറിക്ക് സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ റഫീഖയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തു. റഫീഖയ്ക്ക് വാവക്കുള്ള കാപ്പി റെഡി കൊടുത്തു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് അങ്ങനത്തെ ഡെയിലി കാര്യങ്ങളൊന്നും എല്ലാ വീഡിയോയിലും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുടിക്കുന്നത് പട്ടയിട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. വെറും പണികൾ മാത്രമല്ല, നിങ്ങൾ കാണുമ്പോൾ ഇത് മാത്രമായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാം നമുക്ക് വീഡിയോ എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പത്തിരി ഞാൻ പൊടിയൊന്ന് വാട്ടിയിട്ടെടുക്കട്ടെ. ഞാൻ നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുടെ കണ്ടു നോക്കാം. വെള്ളം തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അതിൽ നിന്ന് മാറ്റി, ഞാൻ എക്സ്ട്രാ വെള്ളം വെക്കും കേട്ടോ. അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കി ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എല്ലാ പൊടീൻ്റെ ഭാഗത്തേക്കും ആ ഒരു പൊടീൻ്റെ ഭാഗം മാറിയിട്ട് ഇങ്ങനെ നനവുള്ള
പൊടിയാവും. ആ രീതിയിലേക്ക് ആക്കിയെടുക്കും കേട്ടോ. അങ്ങനെ ആയാലാണ് നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട്, പത്തിരി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. മാവ് അടിപൊളിയായാലാണല്ലോ പത്തിരി നല്ല അടിപൊളിയായിട്ട് വരിക. അങ്ങനെ അപ്പോൾ ഇതാ കുഴച്ച് കൊടുത്തിട്ട് അത്രയും മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തേ. ഇനി അതൊന്നും കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കറിക്കുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പത്തിരിയിലേക്ക് ഒരു വെജ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതാ നമ്മളെ സവാള, ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര കളർ ചേഞ്ച് ഒന്നും ആണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു സവാളയും. അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് കേട്ടോ. ഭയങ്കര കുറുമയിലൊന്നും ഭയങ്കര എരിവ് വേണ്ടല്ലോ. പച്ചമുളക് ഓൾറെഡി ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസ്, നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഇല്ലേ, സ്വീറ്റ് കോൺ അതാണ് കേട്ടോ യെല്ലോ കളറിൽ കാണുന്നത്. പിന്നെ കുറച്ച് സോയാബീൻ ഞാൻ തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണല്ലോ, അത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഇത്ര മാത്രമാണ്, സവാള ഇത്ര മാത്രമാണ്, ഇത് മാത്രം കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് വരും നമുക്കിതൊക്കെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തേ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമിയാണ് കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ വഴറ്റിയിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ മൊത്തം മിക്സ് ആക്കിയിട്ട് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട്, സവാളയും ഇട്ട് കൊടുത്തിട്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വിസിലടുപ്പിച്ച് എടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. വെജിറ്റബിൾസ് അല്ലേ, നമ്മൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടിയെടുക്കുമ്പോൾ, വഴറ്റിയിട്ടൊക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ കിട്ടും. ആ റോ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി അത് ഞാനൊരു 3-4 വിസിലടിക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ, ലോ ഫ്ലെയിമിലൊന്നും വെക്കുന്നില്ല. ലോ ഫ്ലെയിമിലാണെങ്കിൽ 2 വിസിലടിച്ചിട്ട് ഒരു വിസിൽ സിമ്മിലും കൂടെ ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമ്മളെ പത്തിരി ഞാൻ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുത്തു. അതൊക്കെ ഒന്ന് പരത്തിയും കൂടെ എടുക്കട്ടെ കേട്ടോ. പിന്നെ ചിലർക്കൊന്നും പണികൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. വൈകുന്നേരം പണികളൊക്കെ തീരാൻ, അല്ലെങ്കിൽ ഉച്ചയാവും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് അതെനിക്ക് പറയാനും പറ്റുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പണ്ടെന്ന് പറയുമ്പോൾ രാവിലെ നടക്കാൻ പോകാൻ മടിയാവും, അത് പിന്നെയും ടൈം നീട്ടി വെക്കും, അങ്ങനെ ചെയ്യട്ടെ. എന്താ പറയുക, ഒരു 4-5 ദിവസം കൊണ്ടൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ല കേട്ടോ. അതൊന്നും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് വരുന്നൊരു റൊട്ടീനാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ. കാര്യം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഒരു മാസമെങ്കിലും നമ്മൾ കറക്റ്റ് അത് ഫോളോ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്കതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ നമ്മളതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് ആ സമയം എണീറ്റിട്ടില്ലെങ്കിലൊക്കെയാണ് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ ഹെൽത്തിന് തന്നെ, മൊത്തത്തിൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു സമയത്ത് എണീക്കുകയും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്ത് പോകും. ഇങ്ങനെ മടിച്ച് ഇരിക്കില്ല. അതിൽ എനിക്ക് നമ്മൾ പണികളൊക്കെ തീരാനും, നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും, നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കാനും ഒക്കെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ എണീക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നില്ല. നമസ്കാരവും കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കറക്റ്റ് ആയാലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിഷ്ടമുള്ളൂ കേട്ടോ. വല്ലപ്പോഴും ഒന്ന് അതിലേക്ക് ഞാൻ കുറേ പോകണ്ടെന്ന് വിചാരിച്ചാണ്. നമ്മൾ നമസ്കാരവും കാര്യങ്ങളും വൈകിയാൽ എനിക്ക് തോന്നുന്നൊരു ഫീലാണ്. ബാക്കി എന്ത് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല. പിന്നെ ബാക്കിയുള്ള നമസ്കാരവും കാര്യങ്ങളൊക്കെ എന്തിനാ വെറുതെ വൈകിപ്പിച്ച് നമ്മൾ വെറുതെ അത് ചെയ്യാതെ കുറേ ഇത് ചെയ്തിട്ടെന്താ, അങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വരും കേട്ടോ. എൻ്റെ മൈൻഡിലേക്ക് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ തൊട്ടേ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒരു എനർജി കയറി വരും കേട്ടോ ആ ഒരു സമയത്ത്. അതില്ലെങ്കിൽ അങ്ങനെ ഡൗൺ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇടം കൊടുക്കാറേ ഇല്ല കേട്ടോ. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ രാവിലെ എണീക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ രാവിലെ എണീക്കുക എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും രാത്രി നേരത്തെ കിടക്കുക എന്നുള്ളതും കൂടെ ഉണ്ട് കേട്ടോ. അതിന് പറ്റാത്തവർക്ക്, ചിലർക്ക് കുട്ടികൾ ഉറങ്ങാൻ വൈകും, ചിലർക്ക് ജോലീൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ലൈഫ് അങ്ങനെയാണ് മാറുക. അപ്പോൾ അങ്ങനത്തെവർക്ക് നേരത്തെ എണീക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയും ഉണ്ട് കേട്ടോ. നിങ്ങളെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മളെ സാഹചര്യം നമ്മൾ മാറ്റി
ഒരു ഹെൽത്തി ലൈഫിലേക്ക്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരണം കേട്ടോ. അങ്ങനെയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ രോഗവും അങ്ങനത്തെ രോഗം ഇങ്ങനത്തെ രോഗം ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മൾ കുറേയും നമ്മളെ ഫുഡിലൂടെയും നമ്മളെ എന്താ പറയുക ജീവിതശൈലിയിലൂടെയും വരുന്ന ഒരുപാട് രോഗങ്ങൾ നമുക്കുണ്ട്. കുറേയൊക്കെ നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഫുഡൊക്കെ ഒന്ന് നേരത്തെ കഴിച്ച്, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 5 മണിക്ക് ഫുഡ് നിർത്തുന്നത്. അങ്ങനെയൊന്നും വേണ്ട. ഒരു 7 മണി മാക്സിമം 8 മണി ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് കിടക്കാൻ പറ്റിയ അതൊക്കെ തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുമ്പോൾ ഒരു 6 മണി. ഇപ്പം ഞാൻ എൻ്റെത് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു സമയമാണെന്ന് വെച്ചാൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ എണീക്കുക, ഫ്രഷ് ആവൽ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രയറും കാര്യങ്ങളൊക്കെ ഉള്ളവർ നേരത്തെ എണീക്കട്ടോ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും ഞാനിതിലേക്ക് പറയുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് എണീക്കുക, നമ്മൾ ഫ്രഷ് ആവലും കാര്യങ്ങളും, നമ്മൾ വെള്ളം കുടിക്കുക, ചെറിയ എക്സസൈസ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല, നടക്കാനൊന്നും അങ്ങനെയല്ല. നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്ത് കൈയും കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി എന്തെങ്കിലും ചെറിയൊരു എക്സസൈസെങ്കിലും നടക്കുക. നമ്മൾ മുറ്റത്തൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ നടന്നിട്ടുള്ള അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ എക്സസൈസെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒന്ന് ചെറുതായിട്ടൊരു ഹെൽത്തി തോട്ട്സൊക്കെ നമ്മൾ കൊണ്ടുവരിക. നമുക്കത് ഫസ്റ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ പിന്നെ നമ്മളത് മനസ്സിലാവും കേട്ടോ. നമുക്ക് അത് ചെയ്യുമ്പോഴുള്ള നമ്മളെയും ചെയ്യാതെ നമ്മൾ മടിച്ചായിരിക്കുന്ന നമ്മളെയും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മളത് മിസ്സാക്കൂല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അല്ലേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് കൊതിയാവും ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും നടക്കാൻ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ലൈഫാണ് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ എണീക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം അതിൻ്റെ ആ ഒരു റൊട്ടീനിലൂടെ നമ്മൾ പോകും. പിന്നെ ചിലർക്കുണ്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല, അവർക്കിപ്പോൾ എന്തിനാ ഇപ്പം അങ്ങനെ നേരത്തെ പണികളൊക്കെ തീർത്തിട്ട് എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് സമയം പോവില്ല, വേറൊന്നും ചെയ്യാനുണ്ടാവില്ല, അപ്പോൾ അവർക്ക് സമയം പോകണം, അതിനവർ നേരത്തെ പണികളൊന്നും തീർത്തിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കമൻറ്റും ഞാൻ കാണലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തോ. അങ്ങനെ അല്ലാതെ ഒന്ന് മാറണം, ഒരു ഹെൽത്തി ആയിട്ടിരിക്കണം, എനർജറ്റിക് ആയിട്ടിരിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ. അല്ലാത്തവർ ഞാൻ പറഞ്ഞത് പാടെ വിട്ടേക്കുക കേട്ടോ. നിങ്ങളൊരു ഇതാക്കിയിട്ട് എടുക്കണ്ട, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിട്ടുകളഞ്ഞേ. അപ്പോൾ ഇതാ നമ്മളെ നൈസ് പത്തിരിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുക്കറിൽ വിസിലടുപ്പിച്ച വെജീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരപ്പ് ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് ഒരു 5-8 കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് കുതിർക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ തേങ്ങയിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് അരക്കുകയാണ് ചെയ്തത്. നല്ല ഫൈനായിട്ട് നമ്മൾ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. വേറൊന്നും അരപ്പിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചേർത്തിട്ട് നമ്മൾ കറി ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ ആരോ ചോദിച്ചു എന്തിനാ സ്വീറ്റ് കോൺ എന്തിനാ സാലഡിൽ, അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയിൽ എന്തിനാ സ്വീറ്റ് കോൺ എന്ന്. സ്വീറ്റ് കോൺ ഇടണം നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ കയ്യിൽ സ്വീറ്റ് കോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കുറുമയിലൊക്കെ ആഡ് ചെയ്യാം, നമുക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അങ്ങനെയൊന്നുമല്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്ന കൂട്ടത്തിൽ അതും കഴിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറിയിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ആ ഒരു കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ ആ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേങ്ങ മാത്രം ചേർത്താലും മതിയേ. ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. തിളച്ച് മറയേണ്ട കാര്യമില്ല കേട്ടോ, അത്രയും മതി. അപ്പോൾ നമ്മൾ എളുപ്പത്തിലുണ്ടാക്കിയ ഒരു വെജ് സ്റ്റൂ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വറവിടുന്നൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കുന്നൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ വഴറ്റിയിട്ടല്ലേ ഉണ്ടാക്കിയത്, അത്രയും മതി. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റഫീഖക്ക് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അലക്കാനും തുടക്കാനും അങ്ങനെയൊന്നുമില്ല, ഒന്ന് അടിച്ചു വാരുക. പാത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് ശേഷം നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ, അതിനും കൂടെ പോകേണ്ടതായിട്ട് പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ.
ഒരാളത് വായിച്ചു നോക്കുമ്പോളേ അത് നീയത്ത് ഇന്നമൽ പിന്നീയാത്താണ്. എല്ലാ അമലും എല്ലാ പ്രവർത്തിക്കും നീയത്തുണ്ട്. നമ്മളിപ്പോ ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് വെച്ചിട്ട് ഞാനതിങ്ങനെ കേട്ടപ്പോ അതാണ് അതിനോടൊരു കൂടിച്ചേരുക എന്നുള്ളതില്ലേ. നാട്ടില് ജീവിക്കുന്ന നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് ശേഷം ബിരിയാണി കഴിച്ചതിന് ശേഷം അലീസ ഉണ്ടായിരുന്നു. അപ്പോൾ അലീസയൊക്കെ കഴിച്ചു. ഇത് റഫീഖാനെ പരിചയമുള്ള ഒരാളുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ മുട്ടിലാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം അങ്ങനെ നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അറിയുന്ന കുറേ ആളുകളൊക്കെ കണ്ടു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ജംഷീല ഷെരീഫ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ 1000 വർഷം നല്ല സന്തോഷത്തോടു കൂടി രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ജീവിക്കാൻ അവർക്ക് അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അവർക്ക് വിഷ് ചെയ്യുക. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ജംഷീല ഷെരീഫ് കേട്ടോ. വളാഞ്ചേരിയാണ് കേട്ടോ അവരുടെ വീട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കൽപ്പറ്റയിലുള്ള ഒരു റിസോർട്ടിൽ വന്നതാണ് കേട്ടോ. റഫീഖാക്ക് ആരെയോ കാണാനുണ്ടായിരുന്നു. അപ്പോൾ റഫീഖയും വാസു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരാളെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇങ്ങനെ വാസുവേട്ടനില്ലേ അവർ നമുക്ക് പായസം കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കണ്ടില്ലേ നടക്കാൻ പോകുമ്പോൾ ആ പായസം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു ഗ്ലാസ് പായസം കൂടെ കുടിക്കട്ടെ. അപ്പോൾ ഞാൻ മധുരം കട്ടാണ് കേട്ടോ. പക്ഷേ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ടാസ്ക് എടുക്കുന്ന പോലെ അങ്ങനൊരു ഫീൽ ചെയ്യും. എങ്ങനെ ഒന്നും കഴിക്കാതെ നിൽക്കുമ്പോൾ പായസമൊന്നും നമ്മൾ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. വല്ലപ്പോഴും ഒരു ഗ്ലാസ്സൊക്കെ പായസം കിട്ടുമ്പോൾ കുടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ മധുരം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഡെയിലിയുള്ള നമ്മുടെ റൊട്ടീനും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഒരു ഗ്ലാസ് പായസമൊക്കെ കഴിക്കാറുണ്ട് വല്ലപ്പോഴും അല്ലേ. അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കറക്റ്റ് ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബർഗറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് കണ്ടു. നിങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ബട്ടറും അങ്ങനത്തെ ഒക്കെ തന്നെയാണല്ലോ കഴിക്കുന്നത്, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചുകൂടെ എന്നൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ അതിൽ ചിക്കൻ്റെ ഒരു പാർട്ടീസ് ഉണ്ടാക്കുന്നില്ലേ, അത് ആ ഒരു സമയത്ത് നമ്മൾ 1-2 ടീസ്പൂൺ ബട്ടർ അതിലേക്ക് പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് നമ്മൾ ബ്രെഡ് ചൂടാക്കിയിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ ബട്ടറാണ് 3 പേര് കൂടി കഴിക്കുന്നത് കേട്ടോ. അതാണോ അൺഹെൽത്തി ആണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിലപ്പം എനിക്ക് അങ്ങനത്തെ കമൻറ്റ് ഞാൻ കാണലുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി, ഇപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണിപ്പോൾ. അപ്പോൾ അത് ചെയ്തു പോകുമ്പോൾ ഞാൻ
ഉണ്ടാക്കുന്ന സാലഡും അല്ലെങ്കിൽ അത് മാത്രം ഞാൻ കാണിച്ച് പോയിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ബിരിയാണി ആവശ്യമുണ്ടാവും, നിങ്ങൾക്ക് മന്തി ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പികൾ ആവശ്യമുണ്ടാവും, അത് ഞാൻ തരണം. ഞാനിതിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടെ ഞാൻ തരണം. അത് ഞാൻ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നത്, ഞാൻ എല്ലാം കൂടെ ഞാനാണോ കഴിക്കുന്നത്, അതൊന്നും ഞാനതിൽ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കി, ആ ബീഫ് മൊത്തം ഞാനല്ല കഴിക്കുന്നത്. അപ്പോൾ ഞാനുമല്ല, ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ നെയ്ബേഴ്സിന് ആർക്കെങ്കിലും കൊടുത്തു വിട്ടുണ്ടാവും, നമ്മൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാനും പറയും. ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുത്തത്, ഇതാ ഞാൻ ഇന്ന് ബീഫ് ഉണ്ടാക്കി, ഞാനിത് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാനിത് അവർക്ക് അതിങ്ങനെ നമ്മൾ എന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വിചാരിച്ച് ഞാൻ പറയലുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയുള്ളവരത് മനസ്സിലാക്കുക കേട്ടോ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൈലാഞ്ചി ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഏകദേശം ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് മൈലാഞ്ചി അരച്ച് വെച്ചിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മൈലാഞ്ചിയിൽ വേറെ ഒന്നുമില്ല. അരച്ച് വെച്ചിട്ട് ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കും. എന്നിട്ട് ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് തണുപ്പ് പോയതിന് ശേഷം എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് ഞാനൊരു 4-5 ദിവസം, ഒരാഴ്ചയോളം ഞാനിതിങ്ങനെ ഇടലുണ്ട് കേട്ടോ. ഡ്രൈ ആവാൻ വിടരുത്. ഇപ്പം ഞാൻ ബോക്സിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. തുറന്ന് വെക്കരുത്, വെറുതെ ഒരു മൂടിയും വെച്ചാൽ പോരാ, എയർ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട്, അതാണ് ഞാനത് ക്ലിയർ ആക്കി തന്നത് മൈലാഞ്ചിൻ്റെ കാര്യം. അപ്പം അതിന് ശേഷം നല്ലോണം കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ഇപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ കളയുകയാണ്. ഇതകത്തുള്ള കാലിലൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നു കേട്ടോ. പക്ഷേ കയ്യിലുള്ളത് ഇനിയും റെഡിയായി വരാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ തീരെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ നഖത്തിൻ്റെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെത് അങ്ങനെ ആവലേ ഇല്ല കേട്ടോ. ഈ മഴയും കാര്യങ്ങളും എനിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇടൽ വളരെ കുറവായിരുന്നു. ഇത്രയും അങ്ങനെ ഇടാണ്ട് ആയി പോവലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കളറാവാൻ കുറച്ച് പണിയുണ്ടാവും. ഇപ്പം ഞാനൊരു 3 തവണ ഇട്ട് കഴിഞ്ഞു. എന്നിട്ടും ഒരു ഡാർക്ക് ഓറഞ്ചിലേക്കാണ് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനിയും ഒരു 2 തവണയും കൂടെ നന്നായിട്ട് ഇട്ടാലാണ് ആ ഒരു റെഡിലേക്ക് എത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വിരലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു 3 തവണ ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് നല്ല റെഡ് കളർ നമുക്ക് കിട്ടും. ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. പിന്നെ നമ്മൾ ആ കമൻറ്റ് ചെയ്യുന്നിടത്ത് ഒരു ഹൈപ്പ് കാണുന്നില്ലേ, ഹൈപ്പ് എന്ന് എഴുതിയിട്ട് അതിൽ നിങ്ങൾ ടച്ച് ചെയ്യണം കേട്ടോ. അതിൽ ടച്ച് ചെയ്തിട്ട് അതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് റിമൂവ് ആയിക്കോളെ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ടച്ച് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്തുതന്നെയായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.